ഹലോ, ഞാൻ ഡോക്ടർ രാകേഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും കുട്ടികളുള്ള വീട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ അഡിക്ഷൻ ആണ്. അപ്പോൾ ഈ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മൊബൈലിന്റെ ഒരുപാട് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടല്ലേ, അത് ഞാൻ പല വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊബൈലിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കുട്ടികളെ മൊബൈലിൽ നിന്ന് മാറ്റി മറ്റ് ഗെയിമുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ പവറും മെമ്മറി കപ്പാസിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു ഗെയിം ചലഞ്ചുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതിന്റെ പേര് പസിൽ ചലഞ്ച് എന്നാണ്. ഈ ഒരു ഗെയിം ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു ഗെയിം ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ കുമ്പച്ചനും കൂടെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഒരു സ്ലൈഡ് പസിലാണ്, അതായത് നമുക്ക് തെന്നി മാറ്റിക്കാൻ പറ്റുന്ന ഒരു പസിൽ ആയതുകൊണ്ടാണ് സ്ലൈഡ് പസിലാണ്. ഇതിന്റെ പേര് ചലഞ്ചസ് മോണ്ടിസോറി സ്ലൈഡ് പസിൽ എന്നാണ് കേട്ടോ. ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടും. അത് മേടിക്കാനുള്ള ലിങ്ക് കൂടെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ഗെയിമാണ്. അധികം വിലയൊന്നുമില്ല. അപ്പോൾ ഇവർ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് മെമ്മറിയുടെ അല്ലെങ്കിൽ തലച്ചോറിന്റെ ഏതൊക്കെ രീതിയിലാണ് അത് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളത്. ഇതിനകത്ത് ഇതിന്റെ ഷേപ്പും കളറും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. അതുപോലെ മാച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ഐ, കണ്ണും കൈയും തമ്മിലുള്ള കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തിങ്കിങ് വളരെ ഫാസ്റ്റ് ആക്കും. ക്വിക്ക് തിങ്കിങ്, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ മെമ്മറി വേഗം പ്രോസസ്സ് ചെയ്യണം. അതുപോലെ പല പല പ്ലാനുകൾ ഉണ്ടാക്കണം ഈ ഒരു ഗെയിം കളിക്കാനാണെങ്കിലുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് ഈ തലച്ചോറിന്റെ ഫംഗ്ഷൻസ് ഒരേ സമയം തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ഗെയിമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗെയിം. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. 2 ഭാഗങ്ങളായിട്ടാണ് തലച്ചോറുള്ളത്. അപ്പോൾ അതിൽ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഓരോ ലോബ്സ് ആയിട്ടാണ് നമ്മുടെ തലച്ചോറുള്ളത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലെ ലോബാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെക്കുറിച്ച് അവലോകനം ചെയ്യാനും അത് എങ്ങനെ നേരിടണമെന്ന് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രോണ്ടൽ ലോബാണ്. അപ്പോൾ ഈ ഫ്രോണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗെയിമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇന്ന് കുമ്പച്ചനും വന്നിട്ടുണ്ട്. കുമ്പച്ചനും ഹായ് പറയാം. അപ്പോൾ ഗെയിം ആയതുകൊണ്ട് കുമ്പച്ചനെ കൂടെ കൂട്ടിയേക്കാണ്. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് അവര് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മോഡൽസ് അല്ലെങ്കിൽ ഓരോ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരു പാറ്റേൺ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അപ്പോൾ അവരത് പ്ലാൻ ചെയ്ത് എങ്ങനെ വരണം, ഓരോന്ന് മാറ്റി മാറ്റി എങ്ങനെ വരണം, അത് സ്പീഡിൽ ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. ഒരുപാട് തലച്ചോറിന്റെ ഫംഗ്ഷൻസ് വരുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഇട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പിള്ളേരെ ഒരു ഗെയിം പോലെ രണ്ടുപേര് തമ്മിൽ കളിച്ചിട്ട് ആരാണ് ഷോർട്ടസ്റ്റ് ടൈമിൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗെയിമായിട്ട് ഇതിൽ ആദ്യത്തെ ഒരു പാറ്റേൺ കണ്ടു. ഈ പാറ്റേൺ ആണ് ഞാനിവിടെ നമുക്ക് കുമ്പച്ചനൊക്കെ കൊടുക്കുന്നത്. അതിന്റെ ഞാൻ സ്റ്റോപ്പ് വാച്ചോടെ വെക്കുവാണ്. അപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് വാച്ച് വെക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുമ്പച്ചൻ ഈ പാറ്റേൺ വെച്ചോ. ഇതാണ് പാറ്റേൺ. ഈ പാറ്റേൺ അവൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കളേഴ്സ് ഒക്കെ മാറ്റി അറേഞ്ച് ചെയ്തൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു പ്ലാൻ ചെയ്യണം. കാരണം ഇന്ന സ്ഥലത്തേക്ക് മാറ്റി ചെയ്യുമ്പോൾ അത് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ ചെയ്യണമെങ്കിൽ അവരുടെ ബ്രെയിനിന്റെ ഫ്രോണ്ടൽ ലോബ് നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ഒരു ടെസ്റ്റ് ഞാൻ ഇവർക്ക് കൊടുത്തേക്കാണ്. ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് രീതി നമ്മുടെ ന്യൂറോളജിയിൽ പഠിക്കുന്ന ബുക്കുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂറോളജി ഉള്ള ആൾക്കാർക്കൊക്കെ അത് കണ്ടുപരിചയം ഉണ്ടായിരിക്കും. അതേപോലത്തെ തന്നെ ഒരു ഗെയിമാണ്. അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫിക്കലി അത് സെലക്ട് ചെയ്ത് ഈ ഒരു ഗെയിം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ചെയ്യിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് അറ്റൻഷൻ കുറവുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അവർക്ക് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ടാസ്കുകൾ, മൈൽഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ, അതായത് കുറച്ച് സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് ചെയ്യണമല്ലോ. അപ്പോൾ അറ്റൻഷൻ സ്പാൻ ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കാനും ഈ ഗെയിം വളരെ നല്ലതാണ്. അപ്പോൾ കുമ്പച്ചൻ അവളുടെ ഗെയിം ചെയ്ത് കഴിഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത്. അവളുടെ 1 minute 14.3 സെക്കൻഡ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ കൽപ്പിച്ചിട്ട് ആർക്കാണ് ഷോർട്ടസ്റ്റ് ടൈമിൽ. അപ്പോൾ ഒരു ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ ഇതിന് പുതിയൊരു ഗെയിമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. ഇത് അധികം വിലയുള്ളൊരു ഗെയിം അല്ല, ഒരു 350 rupees അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇതുപോലത്തെ സിമിലർ ഗെയിംസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.